അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. നമ്മുടെ കുഞ്ഞു പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊതുക് ഇപ്പം എല്ലായിടത്തും കൊതുകിൻ്റെ ശല്യം വളരെ കൂടുതലാണ് അല്ലേ. ചിലയിടത്ത് സന്ധ്യ ആകുമ്പോഴത്തേക്കും നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല, ഹോളിൽ ഇരിക്കാൻ പറ്റത്തില്ല. രാത്രി കിടക്കുമ്പോഴാണെങ്കിലും നമ്മളിങ്ങനെ കുത്തി നമ്മുടെ ഉറക്കമൊക്കെ ഇല്ലാതാക്കും. ഒരു കൊതുക് കടിച്ചു കഴിഞ്ഞാൽ മതി, അവിടെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ദേഷ്യമാണ് അല്ലേ. എൻ്റെയൊക്കെ ശരീരം, ചിലവരുടെ അങ്ങനെ, എൻ്റെയൊക്കെ ശരീരത്തിൽ കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വീർത്തിട്ട് ഒരുമാതിരി ദേഷ്യം നമുക്ക് വരും. ചൊറിഞ്ഞിരിക്കും. മിക്കവരുടെ അങ്ങനെ തന്നെയാണ്. ചിലവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്തവരുണ്ട്. ചിലവരുടെ വീട്ടിലൊക്കെ സന്ധ്യ നേരങ്ങളിലേ കാണത്തുള്ളൂ, പിന്നെ ആ കൊതുകിനെ കാണത്തില്ല. ചിലർക്ക് അങ്ങനല്ല, സന്ധ്യയെന്നില്ല, പകലെന്നില്ല, പിന്നെ ഭയങ്കര കൊതുക്. അതായത് നമ്മൾ ഈ നനയ്ക്കാനൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെ രണ്ടു കാലിലും ഇങ്ങനെ നിറച്ച് കൊതുക് ഇങ്ങനെ പിടിച്ചിങ്ങനെ കുത്തിയിരിക്കുന്നതായിട്ട് കാണാം അല്ലേ. ഇപ്പം ആരും നനയ്ക്കുന്ന കല്ലിൻ്റെ അടുത്തോട്ടൊന്നും ആരും പോകാറില്ല. എങ്കിലും ചില തുണികളൊക്കെ നമുക്ക് കൈകൊണ്ട് നനയ്ക്കേണ്ടതായിട്ടുള്ള അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു സന്ധ്യ സമയത്താണെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിലും നിറച്ച് കൊതുക് ഇങ്ങനെ ഇരിക്കുന്ന ആയിട്ട് കാണാം. അപ്പം അതിനൊക്കെ എന്താണ് ഒരു പരിഹാരം? പിന്നെ നമ്മൾ ഈ ടിപ്പിലൂടെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ കൊതുകെന്ന് പറയുന്ന ഒരു കാര്യം വരത്തേയില്ല. അതിനുള്ള ടിപ്പാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പം നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയൊക്കെ വെച്ചിരിക്കുവാണ്. ഇനി പരത്തി എടുത്താൽ മാത്രം മതി. പത്തിരിയും മുട്ടക്കറിയാണ്. മുട്ടക്കറിക്ക് ഇതാ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. സബോള അരിഞ്ഞുകൊണ്ടിരിക്കുന്നു, അരിഞ്ഞ് തീർന്നിട്ടില്ല. ഇത്രയും പോരാ, ഇത് വഴറ്റി വരുമ്പോൾ ഒന്നും കാണില്ലല്ലോ. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് പരത്തി ഉണ്ടാക്കിയിട്ട് പിന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇത് കുറേ നേരം ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോവും, പിന്നെ പരത്താനായിട്ട് നമുക്ക് പാടാം. അപ്പം ഞാൻ ഓർത്ത് ഇതങ്ങ് പരത്തി ഉണ്ടാക്കി വെച്ചിട്ട് കറിയുടെ കാര്യം നോക്കാം നമുക്ക്. അപ്പം നമ്മുടെ പത്തിരിയെല്ലാം നമ്മൾ പരത്തി കഴിഞ്ഞ് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തീരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് 2 കല്ല് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കല്ലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കല്ലിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനോടിടയ്ക്ക് ഞാനിവിടെ സബോള അരിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഇത് കണ്ട പത്തിരി അങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കണ്ട. ഇപ്പം തിരിച്ചിട്ട് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ ഇനി വരുന്നുണ്ട്. ഇത് മതി. ഇതിനെ നമുക്കിനി എടുത്ത് നമ്മുടെ പാത്രത്തിലോട്ടിടാം. അപ്പോൾ പത്തിരി മുഴുവൻ തന്നെ ഉണ്ടാക്കി കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കണം. കറി ഉണ്ടാക്കാനായിട്ട് സബോളയും ഉപ്പും എണ്ണയൊക്കെ കൂടെ ഒഴിച്ച് അടച്ച് വെച്ചിരിക്കണം. ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൂടിയെടുത്തിട്ട് നമുക്ക് ഇളക്കി വഴറ്റിയെടുക്കാം കേട്ടോ. ഇങ്ങനെ എടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഒരു ഉള്ളിത്തീയൽ വെക്കാം കേട്ടോ. ഒരു ഉള്ളിത്തീയലല്ല, ഉള്ളിത്തീയൽ. അപ്പം ഞാൻ ഉള്ളിയൊക്കെ രാവിലെ തന്നെ ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിത്തീയൽ വെക്കുമ്പോൾ നമുക്ക് വഴറ്റി വെക്കുന്നതാണ് ടേസ്റ്റ്. ഇപ്പോൾ വഴറ്റി വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തേങ്ങയൊക്കെ വറുത്ത് അതും അരച്ച് വെച്ചിട്ടുണ്ട്. അതും അരച്ച് വെച്ച് കുറച്ച് പുളി ഉപ്പും എല്ലാം കൂടെ ഇതിനകത്തോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിത്തീയലൊക്കെ വയ്ക്കാൻ എല്ലാവർക്കും അറിയാം, എങ്കിലും എച്ചപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലവർ ഉള്ളി വേവിച്ചിട്ടാണ് വെക്കുന്നത്. ഉള്ളി വേവിച്ചിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഉള്ളി വഴറ്റിട്ട് തന്നെ വെക്കുന്നതിനാണ് ടേസ്റ്റ് കേട്ടോ. ഉള്ളി വഴറ്റി തീയൽ വെച്ചിട്ടില്ലാത്തവർ ഒന്ന് വെച്ച് നോക്കുക. പിന്നെ അപ്പോൾ ഉള്ളി തീയലും നമുക്ക് കുറച്ച് ചിങ്ങ പയർ ഇരിപ്പുണ്ടായിരുന്നു, അതപ്പം ഒരു തോരനും കൂടെ വെക്കാൻ നോക്കും. അപ്പം മീൻ രാവിലെ എൻ്റെ മീൻകാരൻ വന്നില്ല കേട്ടോ. സത്യത്തിൽ അവൻ ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് മത്തി പറഞ്ഞിട്ടുണ്ട്. മത്തിക്ക് എന്തോ 360 രൂപയെന്നും പറഞ്ഞതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ.
ക്ലീൻ ചെയ്ത് തരുന്നതിന് നമ്മൾ 20 രൂപ വേറെ കൊടുക്കണം. പിന്നെ കൊഴുവയും കരിഞ്ഞന്തിനും അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ക്ലീനിങ് ചാർജ് 30 ആണ്. ഇത് മത്തിക്ക് 20 രൂപയാണ്. അപ്പം നമുക്ക് കൊണ്ടുവരാനാകുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ ക്ലീൻ ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു, മടിച്ചല്ല ഞാൻ. അപ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പം ഇതിന് നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കാം. ഇപ്പം ആവശ്യത്തിനുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരക്കാനിട്ട് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ തോരനും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മത്തി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കാര്യം കൂടെ നോക്കിയാൽ മതിയല്ലോ. തീയൽ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പം വേറൊരു കറി ഇല്ലാതെ പരിഹരിക്കാം നമുക്കതിനെ. തീയലാകുമ്പോഴത്തേക്കും ചപ്പാത്തിയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം തീയൽ വെച്ചാൽ രണ്ടുണ്ട് ഗുണം എന്ന് പറയുമല്ലേ. നമുക്ക് തീയലും തോരനും. മത്തി എന്തായാലും ഞാൻ ഓർത്ത് കൊണ്ടുവന്നിട്ട് ഇന്ന് വറക്കാം. നാളെ നമുക്ക് എന്തെങ്കിലും കറി വെക്കുവോ എന്തെങ്കിലും ചെയ്യാം. ഇന്ന് കഴുകിയിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഉള്ളിത്തീയലൊക്കെ ഇതാ റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റാ. ചോറുണ്ടാൻ ഉള്ളിത്തീയൽ മാത്രം മതി കേട്ടോ. ഇതിനകത്ത് വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഉള്ളിയും പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം തീയൽ റെഡിയായി. ഇത്രയൊക്കെ മതി. ഇച്ചിരി ചാറില്ലെങ്കിൽ ശരിയാകത്തില്ല കേട്ടോ. അപ്പം എന്താ കൂടെ തന്നെ തോരനും റെഡിയായി. പിന്നെ നമുക്ക് മത്തിപ്പം കൊണ്ടുവരുമായിരിക്കും. അപ്പം ഞാൻ എന്നാൽ വറക്കാനായിട്ട് ഇതിനകത്ത് കുറച്ച് കുരുമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഉപ്പും എല്ലാം കൂടിയിട്ട് അരച്ച് വെച്ചിരിക്കുവാണിത്. അപ്പം ഇനി മത്തി കൊണ്ടുവന്ന ഉടനെ ഇട്ട് പെരട്ടണം, വറക്കണം. ഇതൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചവരത്തെ പരിപാടിക്കൊക്കെ ഒരു തീരുമാനമൊക്കെ ആവും കേട്ടോ. എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞോ? എന്നും ഇതൊക്കെ തന്നെ നമ്മുടെ ജോലികളല്ലേ. നമുക്ക് തീയലിൻ്റെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനി തോരൻ കോരി വേറെ പാത്രത്തിൽ വെക്കണം. നമ്മൾ ഈ തുണിയൊക്കെ നനയ്ക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ കാലിൽ നിറച്ചിങ്ങനെ കൊതുകിങ്ങനെ കുത്തിയിരിക്കുന്നതാണ്. അതിനൊരു കാര്യം പറഞ്ഞുതരാം. ചിലവർക്ക് അറിയാവുന്നവരായിരിക്കും, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ വെളിയിലൊക്കെ പോയി, അല്ലെങ്കിൽ തുണി നനയ്ക്കുന്നതിനല്ല, വെളിയിലോട്ടിറങ്ങി അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ ചെന്നോ അല്ലെങ്കിൽ വാഴ വെട്ടി അതിനൊക്കെ പോകുമ്പോൾ ഈ കൊതുകാണ്. അപ്പം അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെളിച്ചെണ്ണയില്ലേ, നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ വെളിച്ചെണ്ണ എടുത്തിട്ട് വന്നിട്ട് കയ്യിലെടുത്തിട്ട് 2 കൈയിലും കൂടി ഇങ്ങനെ തൂത്തിട്ട് നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ നന്നായിട്ട് തേച്ചിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് പണി ചെയ്യുകയോ തുണി നനയ്ക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യും. ഒരൊറ്റ കൊതുക് നമ്മുടെ കാലിലും കയ്യിലും ഒന്നും കുത്തില്ല. വെളിച്ചെണ്ണ നന്നായിട്ട് അങ്ങോട്ട് തേച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുക. കൊതുക് കടിക്കത്തില്ല. ഇത് അറിയാവുന്നവർ കാണും, അറിയാൻ വയ്യാത്തവർ കാണും. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ്. ചിലവർക്കൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ ചിലവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ശരിയാ പറഞ്ഞത് അജി, ഒറ്റ കൊതുക് കുത്തുന്നില്ല എന്ന് പറയും. പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുമ്പം രാത്രിയിലൊക്കെ നമ്മൾ ഉറങ്ങാൻ പോകുന്നിടത്തൊക്കെ നമുക്ക് ഈ വെളിച്ചെണ്ണയും തേച്ചിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം അതിന് വേറൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങളുടെ അടുത്ത്. നമ്മുടെ വീട്ടിൽ കടുക്, എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് കടുക് അല്ലെ. കടുകില്ലാത്ത ഒരു വീട് പോലും കാണത്തില്ല. പാചകം ചെയ്യുന്ന വീട്ടിൽ കടുക് കണ്ടിരിക്കും. അപ്പൊ കടുക് അതൊരു 2 സ്പൂൺ കടുക് എടുക്കുക. 2 സ്പൂൺ കടുക് എടുത്തിട്ട് അതിനെ ഒന്ന് ചതച്ച് വെക്കുക. ഭയങ്കരമായിട്ട് അരയ്ക്കാനല്ല പറയുന്നത്, ചതയ്ക്കുക. നമ്മുടെ മറ്റേ ഇടികല്ലില്ലേ, അതിനകത്തിട്ടൊന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ അത് ചതഞ്ഞ് കിട്ടും. എങ്ങനെ വേണേലും 2 സ്പൂണ് കടുക് നമ്മൾ ചതച്ച് എടുക്കുക. അത് ചതച്ചെടുത്തിട്ട് മാറ്റി വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുകയ്ക്കത്തില്ലേ, പുകയ്ക്കാനായിട്ട് എടുക്കുന്ന ഒരു പാത്രം, അതായത് ഒരു മണ്ണിന്റെ ചട്ടിയോ അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും ചട്ടിയോ പുകയ്ക്കാൻ എടുക്കുന്ന നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള പാത്രം അതെടുക്കുക. അതിലേക്ക് നമ്മുടെ ചിരട്ട കരിച്ച കനലോ അല്ലെങ്കിൽ നമ്മുടെ വിറക് കത്തിച്ച കനലോ ആ ചട്ടിയിലേക്ക് കുറച്ചെടുത്ത് ഇടുക. വിറക് കത്തിച്ച കനലാണേലും മതി, ചിരട്ട കത്തിച്ച കനലാണേലും മതി, എന്തായാലും കനൽ മതി. അതെടുക്കുക. അതിനകത്തേക്ക് കുറച്ച് കുന്തിരിക്കം ഇട്ട് കൊടുക്കുക. കുന്തിരിക്കം കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ ഒന്നും പറഞ്ഞൊരു കുഴപ്പമില്ല. കുറച്ച് കുന്തിരിക്കം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ കുന്തിരിക്കം ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് ഇങ്ങനെ പുക വരും. ആ സമയത്ത് നമ്മൾ ഈ ചതച്ചു വെച്ചിരിക്കുന്ന കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ കുന്തിരിക്കത്തിന്റെയും
കടുക് ചതച്ചതിൻ്റെയും കൂടെ മണം ഒരു എന്താ രണ്ടും കൂടെ മിശ്രിതമായിട്ടുള്ള ഒരു മണമാണ് വരുന്നത്. അതുണ്ടല്ലോ ഈ കൊതുകിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കൊതുകിന് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും. അപ്പൊ കൊതുക് നമ്മുടെ പരിസരത്ത് പോലും വരില്ല. ഇതുപോലത്തെ ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. ഒന്ന് ഇപ്പൊ നമ്മളിത് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ചെയ്താൽ മതി. ഈ ഒരു ദിവസം ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ദിവസത്തേക്ക് ഈ കൊതുക് നമ്മുടെ പരിസരത്ത് വരില്ല. പിന്നെ ചില വിളച്ചിൽ പിടിച്ച കൊതുകാണെങ്കിൽ നിങ്ങൾക്കിത് ദിവസവും ചെയ്യുന്ന കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ പരിസരത്ത് പോലും നമ്മൾ കൊതുക് വരത്തില്ലെന്നുള്ളതാണ് കാര്യമാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാന്ന് നോക്കുക. ചില വീട്ടിലൊക്കെ ഉണ്ടല്ലോ പോയി ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല, അതുപോലെ കൊതുക് നമ്മളെ കടിച്ച് കൊല്ലും. അപ്പൊ ഇനി ആരെയും കൊതുക് കടിച്ച് കൊല്ലത്തില്ല കേട്ടോ. ഈ ഒരു ചെറിയ ടിപ്പിലൂടെ നിങ്ങൾക്ക് കൊതുകിനെ ഓടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.